നമ്മുടെ ഇന്ത്യയിലെ കറൻസി ഇല്ലാത്ത ജാതിയോ മതമോ അങ്ങനൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്ഥലം പരിചയപ്പെടുത്താം കേട്ടോ. അതെ, ഇന്ന് നമ്മുടെ പോണ്ടിച്ചേരിയുടെ സെക്കൻഡ് ഡേ ഇൻ പോണ്ടിച്ചേരി വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മുടെ മൂന്നാമത്തെ വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. എനിക്ക് കിട്ടിയ ഒരുപാട് അറിവുകളും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം അന്നത്തെ ദിവസം കാലത്ത് തന്നെ ഞാനും അബ്ചേട്ടനും അച്ഛനും അമ്മയും കൂടെ ഒരു മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നുള്ളൂ കേട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങൾ ചെറുതായിട്ട് ഇഡ്ഡലിയൊക്കെ തട്ടിയായിരുന്നു. റൂമിലൊക്കെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു പുസി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ്. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ ഒരു കസിൻ അനീഷേട്ടൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഗുരു വെച്ചിട്ടുള്ളൊരു പേരാണ്. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറി ചെന്നപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും എന്നൊക്കെ കരുതി. പക്ഷേ വലിയ റേറ്റ് ഒന്നുമില്ല. നല്ല ഫുഡായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഭിച്ചേട്ടനും അച്ഛനൊക്കെ വെറൈറ്റി എന്തോ നവധാന്യ ദോശ അങ്ങനെ എന്തൊക്കെയോ ട്രൈ ചെയ്തായിരുന്നു. ഞങ്ങൾ നോർമൽ മസാല ദോശ പൂരി അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സനു വെറൈറ്റിക്ക് വേണ്ടി നൂലപ്പൊക്കെ ഓർഡർ ചെയ്തു. പക്ഷെ നൂലപ്പം ഭയങ്കര തിന്നായിട്ടുള്ള രണ്ടപ്പായിരുന്നു. അത് നമുക്ക് വയറേന്ന് അറിയില്ല, അങ്ങനത്തെ രീതിയിലായിരുന്നു. പിന്നെ പിള്ളേർ പൂരി ഒന്നും 3 കഴിക്കില്ല. ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഒരു ഫുഡ് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഷെയർ ചെയ്തിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. സാധാരണ നമ്മൾ പെർ ഹെഡ് ഓരോരുത്തർക്ക് ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു രസമില്ലല്ലോ. ഇപ്പം ഞങ്ങളെല്ലാതും ഷെയർ ചെയ്തിട്ടായിരുന്നു കഴിച്ചിട്ടായിരുന്നു കുഞ്ഞിയുടെ. ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആമി ഫുൾ വൈബ് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാപ്പ് പോലും ഊരിയിട്ടില്ല. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. ഞങ്ങൾ അങ്ങനെ സ്ലീവ്ലെസ് ഇടുന്നവരല്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല ഞങ്ങൾ സ്ലീവ്ലെസ് ഇടുന്നത്. പക്ഷേ ഞങ്ങൾ അമ്മേനെ കൺവിൻസ് ചെയ്യുന്നല്ല, അമ്മ ഇട്ട് സഹിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും സ്ലീവ്ലെസ് ഇട്ടിട്ട് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. ഞാനും ആമയും വെറുതെ ഷ്രഗ് ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് കഴിയുമ്പം സ്ലീവ്ലെസ്സിൽ പിന്നെ അത്യാവശ്യം ചൂടുണ്ട്. നമുക്ക് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് ധൈര്യമായിട്ട് സ്ലീവ്ലെസ് ഒക്കെ വെയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുറേ നമ്മുടെ മൈൻഡിൻ്റെ ആണെന്ന് അറിയാം. എങ്കിൽ പോലും അവിടെ പോകുമ്പോൾ നമ്മൾ ആരും അത് വെച്ചിട്ട് നോക്കാനോ പിടിക്കാനോ വരില്ലല്ലോ. പക്ഷെ അഞ്ജുനെ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ടൈം അവൾക്കൊരു ജാക്കറ്റ് മേടിക്കാനാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ തന്നെ പോയത്. പക്ഷെ അവൾ ആ ജാക്കറ്റ് ഇട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ തീരുമാനിച്ചു നാളെയും നമുക്ക് അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ അതേ കുഞ്ഞിയുടെ ബ്രേസ്ലെറ്റ് അതേ പൊട്ടിയിരിക്കുന്നു ഗൈസ്. പക്ഷേ അതിൻ്റെ കളർ നോക്കി എന്ത് രസാലെ, നല്ല ഭംഗിൻ്റെ കളർ കോമ്പിനേഷനും കാര്യങ്ങളും കാണാൻ. നമ്മുടെ സമയത്തൊന്നും ഇത്രയും നല്ല ബ്രേസ്ലെറ്റും കാര്യങ്ങളും. ഇപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ എവിടെ പോയാലും, ഇപ്പം ഈ നമ്മുടെ കേരളത്തിലായാലും ഏതൊരു പൂരപ്പറമ്പിൽ പോയാലും കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പം അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചത് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. വില്ലുപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങൾ യാത്രയാവുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 16 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ട്രൈപോഡ് പൊട്ടിയതിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും അബ്ചേട്ടനും കൂടെ എവിടെ നിന്നൊക്കെയോ അത് സംഘടിപ്പിച്ച് എനിക്കൊരു ചെറിയ ട്രൈപോഡ് വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുൾ എനിക്ക് എനർജി, കാരണം ഞാൻ ഒരുപാട് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു ദിവസം എൻ്റെ ട്രൈപോഡ് പൊട്ടിയാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയ ഗൈസ്. ഈ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമുക്ക് മൊബൈൽ കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്യുന്ന കുറേ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര സെറ്റപ്പിൽ ഷൂട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി നമുക്കൊരു കംഫർട്ടബിൾ ആണ് ഇങ്ങനത്തെ സ്റ്റാൻഡിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ. നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ പോണ്ടിച്ചേരിയിലത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു 5 ലിസ്റ്റിലുള്ള ഒരു പേരാണ് ഓറോവിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മാൻട്രി മന്ദിർ എന്നും അതിൽ പേര് കാണിക്കും. അപ്പോൾ ഇതൊരു വലിയ ഗോൾഡ് കളറുള്ള ഗ്ലോബ് അത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഇതിൽ തന്നെ തോട്ടിൽ തന്നെ ഞങ്ങൾ കാണാൻ. സാധാരണ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോണ ലാഘവത്തോടെ പോയി എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകളാണ് കേട്ടോ വന്നത്. അതെന്ന് വെച്ചാൽ അവിടുത്തെ ചെറിയ വഴികളിലൂടെയൊക്കെ 2 വീലർ ഓടിച്ചിട്ട് അവിടത്തുകാരെ പോലെ തോന്നിപ്പിക്കുന്ന ഫോറിനേഴ്സിനെ ഞാൻ കണ്ടായിരുന്നു. അതാണ് എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. ഇവരെന്താ ഇവിടെ? കാരണം അവരവിടെ ജീവിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് മന്ദിറിനെയും ഓറോവിലിനെയും പറ്റിയിട്ട് ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. നിങ്ങൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും അവിടെ പോയി വിസിറ്റ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ.
പലവരും അവിടെ വന്ന് ഇത് കാണാനാണോ വന്നേ, ഞങ്ങളെപ്പോലെ ചിന്തിച്ച് മടങ്ങിയവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. കാരണം നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ മാൻസി മന്ദിർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഇതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളവിടെ പോകുന്നത്. പക്ഷെ ഇതൊന്നുമല്ല അവിടെ നിന്ന് ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ തന്നെ ലേറ്റ്. ഞാൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ പോയിരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം തന്നെ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മീര അൽഫാസ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വനിതയാണ് കേട്ടോ ഈ ഒരു ടൗൺഷിപ്പിൻ്റെ ഫൗണ്ടർ എന്ന് പറയാം. തരിശായി കിടന്നിരുന്ന ഒരു ഭൂമിനെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെയൊക്കെ ഒരു സ്വപ്നം, നമ്മളൊക്കെ വസിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗം എന്നൊക്കെ പറയാം ഇതിനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ ജോലി എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേ വേതനം, അവിടെ ജാതിയില്ല മതമില്ല, എല്ലാവരും ഒരേ തട്ടിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ പല തട്ടിൽ ജീവിച്ച് വരുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഒന്നാണെന്നുള്ളൊരു വളരെ അതുപോലെ ആയിട്ട് തോന്നിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ കറൻസി ഇല്ല. അവിടുത്തെ ആളുകൾക്ക് വിനിമയം നടത്താനായിട്ട് അവർ ഓറോ കാർഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് പോകുന്ന വിസിറ്റേഴ്സിന് അവിടെ പൈസ കൊടുക്കാട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരുപാട് ഷോപ്പിങ്ങിനുള്ളതും നമുക്ക് കഫേ സിസ്റ്റവും എല്ലാതും അവിടെ ഉണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കറൻസി കൊടുക്കാട്ടോ, നമുക്ക് പൈസ നമ്മുടെ കൊടുക്കാം, ജിപേയും എല്ലാം തന്നെയുണ്ട്. പക്ഷെ അവിടെ ക്കുന്നവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, നമുക്ക് എന്തെങ്കിലും വാങ്ങണോ കാര്യങ്ങൾക്ക് എല്ലാത്തിനും അവർ ഓറോ കാർഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ മിറ അൽഫാസ അവിടെ ഇതിങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നതിൻ്റെ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ട് അറിഞ്ഞുകൊണ്ട് 60 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വസിക്കുന്നുണ്ട്. അവരൊരു റിട്ടയർമെൻറ്റ് ലൈഫാണ് അവരവിടെ ജീവിച്ചു പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ അത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ വളരെ ലേറ്റായി അറിയാൻ. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കാം. എനിക്കറിയുന്ന ഒരു അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു മാത്രം. തരിശുഭൂമിയിൽ 3 ലക്ഷത്തിൽ പരം മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് ഒരു ഡ്രൈ ലാൻഡിനെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മിറ അൽഫാസനെ മദർ ഓഫ് ആറോവില്ല എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും സൊവിനിയറൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഗാന്ധിജിയുടെ ഒക്കെ കാണുന്ന പോലെ പോണ്ടിച്ചേരിയിൽ പോയി കഴിഞ്ഞാൽ മിറ അൽഫാസയുടെ ഫേസ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റും കേട്ടോ. മാത്രമല്ല എനിക്ക് അവിടുത്തെ വളരെ പ്രത്യേകതയായിട്ട് തോന്നിയത് ആളുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ഹ്യൂമൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നോ ലോ ആൻഡ് ഓർഡർ അങ്ങനത്തെ ഒരു തരം സ്ഥാപനങ്ങളും ഇല്ല, പോലീസ് സ്റ്റേഷൻ ഇല്ല, ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ഒരേ അണ്ടറിൽ ഒരേ വാല്യൂവിൽ ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ലല്ലോ. തുല്യ വേതനം, പിന്നെ അവിടെ അവർക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവരവിടെ തന്നെയാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഭക്ഷണത്തിനുള്ളതായാലും കൃഷി ഐറ്റംസ് എന്ത് തന്നെ ആയാലും അവർ അവിടെ തന്നെയാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അവിടെ വൈദ്യുതി ഇതിന് വേണ്ടിയിട്ട് സോളാറിൻ്റെ ഒക്കെ ഒരുപാട് പാനലുകളൊക്കെ അവിടെ കണ്ടായിരുന്നു. പിന്നെ എന്താ ഇതിനെപ്പറ്റി പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കണ്ടു. നിങ്ങൾ എന്തെങ്കിലും അതിനെപ്പറ്റി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കും സെർച്ച് ചെയ്യാം കേട്ടോ. മാത്രമല്ല നമുക്ക് വിസിറ്റേഴ്സിന് അവിടെ പോയി താമസിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മുന്നേ ഒക്കെ അവിടെ അറേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അവിടെ സ്ഥിരതാമസത്തിന് നമ്മളിപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെന്നൊന്നും അവിടെ താമസിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് 3-4 പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫിനിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ പോയി താമസിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. പിന്നെ അവിടെ ഫീസൊന്നും തന്നെ ഇല്ല കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് അവർ അവിടെ നിന്നൊരു കൂപ്പൺ തരും. അത് ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. പക്ഷേ അത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഓറോവില്ലിൻ്റെ വ്യൂ പോയിന്റിൻ്റെ ആ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ അത് അവർക്ക് കൊടുക്കണം. അത് അവരൊരു കണക്കെടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. 2000 ഏക്കറിൽ കിടക്കുന്ന ഈ ടൗൺഷിപ്പിൻ്റെ സെൻട്രൽ പോയിന്റ് ആണ് കേട്ടോ ഈ മാൻസി മന്ദിർ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വിസിറ്റേഴ്സിന് പോകുന്ന ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നതും. ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു മെഡിറ്റേഷൻ സെൻറ്റർ ആണ് കേട്ടോ. അവിടെ ജാതി മതമൊന്നും ഇല്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ റിലീജിയനിലുള്ളവർക്കും വന്ന് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കും പറ്റുന്ന ഒരു സെൻറ്റർ, അത്രയാണ് കേട്ടോ അവരവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പേര് പോലും നമുക്കറിയില്ല. നടന്ന് ക്ഷീണിച്ചോണ്ട് തന്നെ തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ വന്നത്. നമ്മൾ ഉച്ച സമയമായിട്ടുണ്ട്, നമുക്ക് അത്ര വെയിലും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നടന്ന് ക്ഷീണിച്ചായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു ബസ് സർവീസ് ഉണ്ട്. ബസ് സർവീസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു സെക്ഷൻ വരെയാണ് നമുക്കിട്ട് വണ്ടിയുള്ളൂ.
അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ കാഴ്ചകളൊക്കെ കണ്ടുപോയോ. പിന്നെ അവിടെ പോയത് അറിഞ്ഞില്ല. ഫുഡ് കോർട്ടിലുള്ള ഐറ്റംസ് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഫ്രഷ് മാംഗോ ജ്യൂസ് ഒക്കെയാണ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയത്. മാത്രമല്ല ഐസ്ക്രീമൊക്കെ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ബട്ടറിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു ഗീയുടെ ഒക്കെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐസ്ക്രീമേ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കഫേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ ഇറ്റാലിയൻ ഫുഡൊക്കെ അങ്ങനത്തെ ഒക്കെ കുസിൻസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഫുഡ് അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ലാസ്റ്റ് അവിടെ നിന്ന് പോന്നു കേട്ടോ. ഞാൻ ആലോചിക്കായിരുന്നു ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരുന്നു ഞാൻ പോയിരുന്നേന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇനി വല്ലപ്പോഴൊക്കെ പോണ്ടിച്ചേരിയിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നവർ പറയുന്നത് എന്തെങ്കിലുമൊക്കെ അവിടെ ബാക്കി വെക്കണം എന്ന് പറയുന്നത്. എന്നാലേ നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ, പോകാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വിട്ടത് കാമാച്ചി ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കാമാച്ചി ബിരിയാണി വൺ ഓഫ് ദ ഫേമസ് ഫുഡാണ് അവിടെ. ഒരു 3 റെസ്റ്റോറൻറ്റ് അവർക്ക് വരുന്നുണ്ട്. അങ്ങനെ നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി അങ്ങനെ തന്നെ പറയാം. കുറച്ച് കുഴഞ്ഞുള്ള സ്റ്റൈൽ ഓഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തതാണ്. അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അഭിചേട്ടനും അമ്മയും നോർമൽ മീൽസ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ മിക്സ്ഡ് ബിരിയാണി പറഞ്ഞു. മട്ടൻ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സീ ഫുഡാണല്ലോ, പോണ്ടിച്ചേരി ആയതുകൊണ്ട് തന്നെ സീ ഫുഡ് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ പ്രോൺസ് പറഞ്ഞു. പ്രോൺസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു, 2 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ. ഞങ്ങൾ കിട്ടിയ ഫുഡ് നന്നായി ആസ്വദിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. നിങ്ങൾ പോണ്ടിച്ചേരി പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ മെയിനായിട്ട് അവിടെ എല്ലാവരും പറയുക കഫേയിലത്തെ ഐറ്റംസ് ട്രൈ ചെയ്യാൻ തന്നെയാണ്. പക്ഷേ ഒരു നേരമൊക്കെ ഇങ്ങനത്തെ ഫുഡും കഴിക്കാമല്ലോ. ഞങ്ങൾ അച്ഛനമ്മ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഇങ്ങനത്തെ ഫുഡാണ് കേട്ടോ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. മെയിൻലി നല്ല ഫുഡായിരുന്നു കേട്ടോ. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായും ഇഷ്ടപ്പെടും. മാത്രമല്ല ഞങ്ങൾ അവിടെ നിന്ന് ജിഗർദണ്ഡ കഴിച്ചു. അവിടെ അവർ ഇപ്പോൾ നമ്മൾ പായസമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ സ്വീറ്റ്സിൻ്റെ അവിടെ ഉണ്ടായിരുന്നതായിരുന്നു ജിഗർദണ്ഡ. അത് ട്രൈ ചെയ്തായിരുന്നു. അതും ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ കഴിക്കുന്നത് ജിഗർദണ്ഡ. ഞാൻ കഴിഞ്ഞ തവണ പഴനിയിൽ പോയപ്പോൾ അവിടെ കണ്ട ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ജിഗർദണ്ഡ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ വൈറ്റ് കോളനി ഉണ്ടല്ലോ ആ ഒരു ഏരിയയിലേക്ക് നടന്നു. ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം ഞങ്ങൾ അതിന് ഉചിതമായൊരു ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്. എല്ലാവരും ഫ്രോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ സംഭവം അവിടെ കുറേ കഫേസിന് മുന്നിലൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നത്. അല്ലാതെ ഒരു ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലമൊന്നുമല്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ മുന്നിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അവരത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു കോളനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, ടൂറിസ്റ്റുകൾ വരുമ്പോൾ അത് അട്രാക്റ്റീവായിട്ട് വെക്കണമല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. മാറി ഓരോരുത്തരും ഒക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പാരഡൈസ് ബീച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം ലേറ്റ് ആവാൻ പറ്റില്ല, കാരണം അവിടെ നമുക്ക് ടിക്കറ്റ് 4:30 ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി പെട്ടത് ഏദൻ ബീച്ചിലായിരുന്നു. ഇനി നമ്മളെങ്ങോട്ടാ പോണേ? ബീച്ച് നല്ലൊരു ബീച്ച് തന്നെയായിരുന്നു കേട്ടോ ഏദൻ ബീച്ച്. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുഞ്ഞിക്കും ആദിക്കൊക്കെ ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ച്, പിന്നെ നമ്മൾ പോയ നേരത്തെ ബോട്ടിങ് പോയില്ലേ തലേ ദിവസം, ആ സെയിം സംഭവം തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മുടെ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഈ വെള്ളത്തിലൊക്കെ ഉണ്ടല്ലോ ഒരുപാട് മീനുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈവനിങ് ഫങ്ഷനിങ് ആവുന്ന ഒരു ബീച്ച് സൈഡാണ്. കാരണം ഒരുപാട് ഫുഡ്, സീ ഫുഡിൻ്റെ ഒക്കെ സ്റ്റോളുകളുണ്ട്. പക്ഷെ ഒന്നും തന്നെ ഓപ്പൺ ആയിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ആയിരിക്കും അവിടെ ഒന്നും കൂടി റണ്ണിങ് ആവുന്നത്. ഇവിടെയൊക്കെ ഉണ്ടോ നിറച്ച് മീനുകളാ. ഫുഡ് അങ്ങനത്തെ ഫിഷിൻ്റെ ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നടന്ന് ഇവിടെ സെയിം ആക്ടിവിറ്റീസ് തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി ഞങ്ങൾ നേരെ ഏദൻ ബീച്ചല്ല, പാരഡൈസ് ബീച്ച് വെച്ച് പിടിച്ചു കേട്ടോ. കാരണം
ഫ്രണ്ടിലെ തൊപ്പിയുടെ ഫ്രണ്ടിലെ സാധനം കിടക്കുന്നത് ബ്യൂട്ടിഫുൾ കളിയാക്കലേ. അങ്ങനെ ഞങ്ങൾ പാരഡൈസ് ബീച്ചിലെത്തി കേട്ടോ. അവിടെ പെർ ഹെഡ് 70 സംതിങ് ആണ് നമുക്ക് ചാർജ് വരുന്നത് കേട്ടോ. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കൂടുതലും നമ്മൾ രണ്ടാമത് പൈസ അടച്ചിട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾ കുറേ ഒന്നും കയറില്ല. അത്യാവശ്യം പൈസ ഉണ്ട്. കയാക്കിങ്ങിന് മാത്രമാണ് കുറച്ചും കൂടി ഒരു റേറ്റ് കുറവുള്ളൊരു ഇതുണ്ടായിരുന്നത് അവിടെ. നമുക്ക് 2 പേർക്കായിട്ട് ഒരു കയാക്കിങ്ങിൻ്റെ ബോട്ടിന് 500 ആണ് വരുന്നത്. പിന്നെ പാരാഗ്ലൈഡിങ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ 4000 റുപ്പീസ് ആയതുകൊണ്ട് ഞങ്ങൾ അതിൽ പോയില്ല. പക്ഷേ എല്ലാ ആൾക്കാർക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്നത് കാണാൻ പറ്റും. നമ്മുടെ കൈമൊരു ബാൻഡൊക്കെ അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ബീച്ചിന് തന്നെ ഭയങ്കര പ്രത്യേകതയുണ്ട്. നല്ല നീല വെള്ളവും നീല ആകാശം അങ്ങനത്തെയൊക്കെ ഒരു ബീച്ചാണ് കേട്ടോ. ഞങ്ങൾ അവിടെ പോയിട്ട് റീലൊക്കെ എടുത്തായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ മറ്റേ ബോട്ടിങ്ങിലൊന്നും ഞങ്ങൾ പോയില്ല. അവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർ ഹെഡ് നമുക്ക് 500 വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത്രയും സ്പെൻഡ് ചെയ്യാൻ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാനാണ് കേട്ടോ പ്രിഫർ ചെയ്തത്. പിന്നെ എന്താ അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബീച്ചിൽ പോയിട്ട് നനഞ്ഞാലും നമുക്കവിടെ വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഡ്രസ്സ് മാറാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അച്ഛൻ്റെ അമ്മയായിട്ട് ഡിസ്കസ് ചെയ്ത് അച്ഛൻ്റെ അമ്മേനെ കൺവിൻസ് ചെയ്ത് അവരങ്ങനെ കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2 റീലും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തായിരുന്നു കേട്ടോ. കണ്ടോ പാരാഗ്ലൈഡിങ് കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. ഞാൻ ആദ്യം പറയുന്നുണ്ടായിരുന്നു ഇവർ വെറുതെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ അതിൽ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ. എനിക്കും ചെയ്യാനൊക്കെ താല്പര്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചെയ്യും കൈസ് ഒരിക്കൽ. അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് ആലോചനയിലാണ്. കയാക്കിങ്ങിന് പോകാൻ ആരും റെഡി ആയില്ല. ചേട്ടനൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ കയാക്കിങ്ങിന് പോയില്ല. എനിക്ക് കയാക്കിങ്ങിന് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതിൽ പോയില്ല കേട്ടോ. പിന്നെ ഞാൻ റീലെടുക്കണതിൻ്റെ ഒരു സൈഡ് ഒരു ബിറ്റ് ഞാനിതിൽ ആഡ് ചെയ്യും. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ വരുമ്പോഴേ നമുക്ക് ആ യാത്ര ഇങ്ങോട്ട് അടിപൊളിയാക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ഡാൻസാണ് കേട്ടോ ഞാനിവിടെ ഉദ്ദേശിച്ചത്. നമ്മൾ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ തന്നെ വരും എല്ലാവരും തമ്മിൽ. ഇത് ഏതായിരിക്കുന്നത് മതം ഞാനാണ് ഗൈസ്. അവിടെ നിന്ന് ഇങ്ങനെ വെയിലടിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ലൈറ്റ് അടിപൊളിയല്ലേ. ഈവനിങ്ങിലത്തെ സൺകിസ്ഡ് ഫോട്ടോസൊക്കെ കുറച്ച് അവിടെ നിന്ന് എടുത്തു. പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ വീക്കെൻഡിലല്ല പോയത്. ഞങ്ങൾ സൺഡേ ഇവിടെ നിന്ന് പോയതുകൊണ്ട് ഇപ്പോൾ ഒരു തിങ്കളാഴ്ചയൊക്കെ ആയിട്ടാണ് ഈ ദിവസം ഞങ്ങൾ പോയത്. ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ ഒരു തിങ്കളാഴ്ചയിലത്തെയാണ്. അതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്തു. ഞാൻ ട്രൈപോഡ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഉപകാരമായി. കണ്ടോ അച്ഛനമ്മയ്ക്ക് നന്നായി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്. അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ചെയ്തത്. ഈ ബീച്ച് കണ്ടോ, നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. നീല വെള്ളവും നീല ആകാശവും. നമ്മൾ മലയാളികൾക്ക് ഇതൊക്കെ ഒരു നല്ല കാഴ്ചയല്ലേ. നല്ലൊരു അടിപൊളി ഫ്രെയിമായിരുന്നു കേട്ടോ. നല്ല വെളിച്ചമായിരുന്നു. നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടായാലും എല്ലാത്തിനും നല്ലതായിരുന്നു. അപ്പം അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു റീൽ എടുത്താൽ മതിയായിരുന്നു എന്ന്. പക്ഷെ നമുക്ക് ആ കടലിൻ്റെ തിരയുടെ സൗണ്ട് വരുമ്പോൾ കേൾക്കില്ലല്ലോ പാട്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എടുത്തില്ല. പിന്നെ പിള്ളേരെ ബീച്ചിലേക്ക് എത്തിപ്പെട്ട പിന്നെ അവർക്ക് എന്താ പറയുക ബെല്ലും ബ്രേക്കില്ല എന്ന് പറഞ്ഞോണം. ആദ്യം കുഞ്ഞിക്കാണെങ്കിൽ ബീച്ചിലത്തെ ടോയ്സ് ഉണ്ടല്ലോ മണ്ണ് മാതര സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അവിടെ അതുമായിട്ട് സെറ്റായിരുന്നു. അവർക്ക് ഒരു ഫോട്ടോയും വേണ്ട, ഒന്നും തന്നെ വേണ്ട. അവർ രണ്ടുപേരും വേറൊരു ലോകത്തോട്ട് പോയി. പിന്നെ സനൂഷ് അഞ്ജനി ഫോട്ടോ എടുക്കുക. ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു കേട്ടോ. കപ്പിൾ ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. കുറേ അവിടെ കിടന്ന് നടന്നു. നന്നായി എക്സ്പ്ലോർ ചെയ്തു. നല്ല ബീച്ചാണ് കേട്ടോ. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും പാരഡൈസ് ബീച്ച് മിസ് ചെയ്യരുത്. ഞാൻ ആക്ടിവിറ്റീസ് ചെയ്യാനൊന്നും അതൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. പക്ഷേ ബീച്ചിൻ്റെ ഒരു വ്യൂ ഈവനിങ് വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ച്, വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ബീച്ച്. ഗോവയിലത്തെ ബീച്ച് പോലൊന്നും എനിക്ക് അല്ല തോന്നിയത്. ഗോവയിലത്തെ ബീച്ചിനേക്കാളും നല്ല ബീച്ചായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്.
അങ്ങനെ കണ്ടോ, ഇവർ വേറൊരു ലോകത്തിലായിരുന്നു ഗൈസ്. ഇവർ മണ്ണ് മാന്തി കളിയോട് കളിയായിരുന്നു. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് അവിടെ അവർ കയറ്റും കേട്ടോ. 6:30 സംതിങ് ആകുമ്പോൾ അവിടെ വാച്ചറുണ്ട്. അപ്പോൾ ആൾ നമ്മൾ വിസിലടിച്ച് അങ്ങോട്ട് ഒരുപാട് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിൻ്റെ തെളിവുകൾ അവിടെ മണ്ണിലുണ്ടായിരുന്നു കേട്ടോ. വലിയ വലിയ കുഴികളായിരുന്നു. ഫോൺ വെച്ചിട്ട് കിസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെയൊക്കെ കുറേ കപ്പിൾസ് വന്നിട്ട് ഫോട്ടോസ് എടുത്ത് പോയിട്ടുണ്ട്. അവിടെ ഒരുപാട് കുഴികളുണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുഴിയിൽ മൊബൈൽ വെച്ചിട്ട് ഞാനും അഭിചേട്ടനും ഷഞ്ഞിനും സന്നിക്ക് കുഞ്ഞൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് എടുത്തായിരുന്നു കേട്ടോ. വെള്ളമണലും നീലക്കടലും ഗൈസ്. ഗോവയിൽ പോയി ഇതുണ്ടാവുമെന്ന് വെച്ച് പറ്റിക്കപ്പെട്ട് വന്ന ഞങ്ങൾക്ക് ഇത് വലിയ ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു. ഇപ്പോൾ സമയം 6:30. പക്ഷെ നല്ല രസമുള്ള അമ്പലല്ലേ, കുഞ്ഞി പ്രാർത്ഥിക്കണേ. ഞങ്ങളിന്ന് സെക്കൻഡ് ഡേ കറങ്ങാൻ ഇറങ്ങിയേക്കാണ്. സെക്കൻഡ് ഡേ നൈറ്റ്. നല്ല തിരക്കുള്ളതാ. പകല് വന്നപ്പോ ഇത്ര തിരക്കുള്ള ഒരു സ്ട്രീറ്റ് ആണെന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടാ. നൈറ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രീറ്റ്. പിന്നെ നമ്മള് വരുമ്പോ നല്ല ലേറ്റ് ആയിട്ടല്ലോ അല്ലേ? നല്ല ലേറ്റ് 3:15 എത്തിയില്ലേ. ഓംലെറ്റ് അടിക്കാൻ വന്നതാണ്. ഓംലെറ്റ് അടിക്കാൻ കേറ്റാൻ ഓംലെറ്റ്. നല്ല ചൂടാ. അത് ഒറ്റ പ്ലേറ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സുഡുസുഡ ഓംലേറ്റ് ഒക്കെ കഴിച്ച് ആ മാർക്കറ്റിലോട്ട് അങ്ങോട്ട് നടന്നു കേട്ടോ. ആൾ പറഞ്ഞ മാർക്കറ്റിലല്ല ഞങ്ങൾ വന്ന് പെട്ടത്. ഞങ്ങൾ വേറെ ഏതോ ഒരു വഴി കൂടിയൊക്കെ കടന്നു. പക്ഷെ ലോക്കലായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റിലാണ് കേട്ടോ ഞങ്ങൾ വന്ന് പെട്ടത്. പല വെറൈറ്റി ഓഫ് ചീരകൾ എന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ പറയുന്നതാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ അങ്ങനത്തെ ചീരകൾ കൊണ്ടൊക്കെ കറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുണ്ടല്ലല്ലോ പറയാ, ചുണ്ടക്കയില്ലേ, അങ്ങനത്തെ നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ പല പറമ്പിൽ നിൽക്കണതാണ്. പക്ഷെ നമ്മുടെ മലയാളികൾ അതുകൊണ്ട് അധികം കറി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ മുല്ലപ്പൂ, പഴം,
മുല്ലപ്പൂവൊക്കെ ഫ്രഷ് അത്രയും ഫ്രഷാണ് കേട്ടോ. അവിടുത്തെ മുല്ലപ്പൂവൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വരുന്നത് ഭയങ്കര മോശം പൂവാന്ന് തോന്നുന്നു. അത്രയും രസമായിട്ടാണ് കേട്ടോ അവർ കോർത്ത് വെച്ചുള്ള കണ്ടത്. ചീര ഞാൻ പറഞ്ഞില്ലേ, ഇലവർഗ്ഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഒക്കെ ഇപ്പോൾ വയസ്സായ അമ്മമാരൊക്കെയാണ് കേട്ടോ അത് വിൽക്കാനിരിക്കുന്നത്. പിന്നെ പൂജയ്ക്കുള്ള പൂക്കൾ അങ്ങനെയൊക്കെയായിട്ട് കുറേ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് വൈകുന്നേരം വരുന്ന മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ മുന്നിലെത്തി കേട്ടോ. അപ്പോൾ അബ്ചേട്ടനും ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് നടക്കാൻ വയ്യ. പിന്നെ അബ്ചേട്ടന് കുറച്ച് പണികളും കാര്യങ്ങളും ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് അബ്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങിയത്. സിസിലിക്ക് അത് നാച്ചുറൽ ഗ്ലോ ആണ് കുഞ്ഞിയുടെ. നാച്ചുറൽ ഡാർക്ക് സ്പോട്ട്. ഇവിടെ എല്ലാവർക്കും വട്ടായി ഗൈസ്, കാണിച്ചരട്ടാ. അങ്ങനെ ഞങ്ങൾ റൂമിലിരുന്ന് ഒരു റീല് പ്ലസ് ഒരു കോമഡി വീഡിയോ എല്ലാതും എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പിരിഞ്ഞത്. 12 മണി എന്തോ ആയിട്ടുണ്ട്. ഷാൻജുനും സനും പിള്ളേരെ വിളിച്ച് തിന്ന് ലാസ്റ്റ് ഞങ്ങൾ പിള്ളേരെ ഇവിടെ നിന്ന് വിട്ടുകൊടുത്തു. അങ്ങനെ ഇന്നത്തെ സെക്കൻഡ് ഡേ ഇൻ പോണ്ടിച്ചേരിയോടെ അവസാനിക്കുകയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾ ഒരു സമയം പോലും വേസ്റ്റ് ആക്കിയില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാണ്. ഇനി നമുക്ക് പോണ്ടിച്ചേരിയിലെ ലാസ്റ്റ് ഡേ ഓഫ് വ്ലോഗായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഡോണ്ട് മിസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.